നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം പൊളിച്ചാണ് പോലീസിന്റെ അതിവേഗത്തിലുള്ള നടപടി. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും നാടകീയമായാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ 10:30 വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അശ്ലീല പരാമർശത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാനസികമായി ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണിപ്പം. കാരണം ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന എന്റെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നതിലും എന്താ പറയാ മോശമായിരുന്നു. അത് അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ആദ്യത്തെ പരാതി രേഖപ്പെടുത്തിയപ്പോഴും ഒക്കെ അത് വളരെയധികം അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കണം എന്നല്ല ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നുള്ള ഒരു വാക്കും കിട്ടിയിരുന്നു. DGP സാറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു, മറ്റു പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പൊ അവരെല്ലാം അതിനെ അത്രയും സീരിയസ് നോട്ട്സോടുകൂടി തന്നെയാണ്. കാരണം ഇത് എന്റെ ഒരു വിഷയം മാത്രമല്ല, ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല. സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളും അല്ലെ പുരുഷന്മാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത്. അതിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. എല്ലാ വീഡിയോ തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത്. അല്ലാതെ ഞാനൊരു തമാശയായിട്ട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ, ഓക്കെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള പരാതി അല്ലാതെ അതല്ല, അങ്ങനെയുള്ള ഒരു പെരുമാറ്റവുമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പലതവണ അദ്ദേഹത്തെ അറിയിച്ചതാണ്. ഞാൻ അവരുടെ പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അവിടെ നിർത്താമായിരുന്നു, അന്നേരം സോറി പറയാമായിരുന്നു, ചെയ്തില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, ഒരു സ്ത്രീ എന്റെ മുമ്പിൽ വന്ന് നിന്നാ ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ റീസെന്റ് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ പോലും വളരെ മോശമായിട്ട് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലരും എന്താ പറയാ ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്നു എന്ന ആളുകൾ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാവുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തില് അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു എന്ന് തോന്നിയ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ പരാതിയായിട്ട് മുമ്പോട്ട് പോയത്. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ ശേഷം ഇന്നലെ ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഏറ്റവും ഒടുവിൽ ഹണി റോസ് വിശ്വസിച്ച നിയമവ്യവസ്ഥയിൽ അവർക്ക് വിശ്വസിക്കാവുന്നതിൽ തന്നെ അവർ മുന്നോട്ട് പോയി. മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ഒടുവിൽ അതിനാടകീയമായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ അറസ്റ്റിനോട് ഏറെ ആശ്വാസകരമായ നടപടിയാണിതെന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇതുപോലുള്ള അശ്ലീല പരാമർശത്തിൽ താനും കുടുംബവും വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചുവെന്ന് ഹണി റോസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുമുണ്ടായി. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് വയനാട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വയനാട്ടിൽ നിന്നും വിശദാംശങ്ങളുമായി. അനീഷ്, ഏറെ നാടകീയമായിട്ടുള്ള നടപടിയായിരുന്നു. കാരണം സാധാരണ ഇതുപോലുള്ള ലൈംഗിക അധിക്ഷേപ കേസുകളും ബലാത്സംഗ കേസുകളിലുമൊക്കെ ഈ സമീപകാലത്ത് പല പ്രമുഖർക്കും MLA-മാർക്കുൾപ്പെടെ മുൻകൂർ ജാമ്യത്തിനുള്ള സാവകാശം നൽകിയിരുന്നു പോലീസ്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് ഒരു ഘട്ടത്തിൽ ആ രീതിയിലുള്ള സാവകാശം നൽകുമോ, മുൻകൂർ ജാമ്യം നേടാനുള്ള സാവകാശം നൽകുമോ എന്ന പല സംശയങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഹണി റോസിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതാണ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന്. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ ഹണി റോസ് വിശ്വസിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള നീക്കത്തിനിടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപാണ്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 1 മണിക്കൂർ മുൻപ് വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു പോലീസിന്റെ
ഈ നാടകീയമായ നീക്കങ്ങൾ? അനീഷ്, ടോമോ, വളരെ നാടകീയവും ചടുലവുമായ നീക്കങ്ങൾക്കൊടുവിലാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഹണിറോസ് പരാതി നൽകിയ ശേഷം ബോബി ചെമ്മണ്ണൂരിനെതിരായ ആരോപണങ്ങൾ കടുപ്പിച്ചിരുന്നു. കൂടുതൽ തെളിവുകൾ, കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോയമ്പത്തൂരിലെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നു. ഹൻസിക നടിയാണ് ഈ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ഒപ്പം ബോബി ചെമ്മണ്ണൂരും എല്ലാ ഷോപ്പുകളുടെയും ഉദ്ഘാടനത്തിന് ഒപ്പം ഉണ്ടാകുമായിരുന്നു. ഇത്തരം ഒരു ഉദ്ഘാടന സമയത്താണ് ഈ ഹണിറോസിനെതിരായ ആദ്യ അധിക്ഷേപ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ കോയമ്പത്തൂരിലെ ഷോറൂം ഉദ്ഘാടനത്തിന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ വരുത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നു പോലീസ് ഒരുപക്ഷെ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടത്തുന്നുവെന്ന് അറിഞ്ഞ് ഇതേ തുടർന്ന് വയനാട്ടിലെ 900 കണ്ടി എന്ന അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലേക്ക് എത്തുകയും അവിടെ നിന്നും ബംഗളൂരുവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമായിരുന്നു. പോലീസ് സംഘം തന്നെ പിടികൂടാൻ ഏത് നിമിഷവും എത്തുമെന്ന് അദ്ദേഹത്തിന് സൂചന ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തുടർന്നാണ് 5 റോഡ് എന്ന സ്ഥലത്ത് വെച്ച്, മേപ്പാടിക്കടുത്തുള്ള സ്ഥലമാണ്, അവിടെ വെച്ച് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും വാഹനമടക്കം AR ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. AR ക്യാമ്പിലേക്ക് എത്തിയ ശേഷം ഏതാണ്ട് 20 മിനിറ്റോളം AR ക്യാമ്പിലുണ്ടായിരുന്നു. അവിടെ നിന്നും പിന്നീട് പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയ ശേഷം സാധാരണ ഒരു കേസിലെ പിടികൂടുന്ന ഒരു പ്രതി എന്ന രീതിയിൽ തന്നെ പോലീസുകാരുടെ ഇരുവശത്തും ഇരുന്ന്, അല്ലെങ്കിൽ പോലീസ് വാഹനത്തിനു ഉള്ളിൽ നിന്ന് തന്നെയാണ് സമ്പന്നനായ ദശലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തുന്ന ബോബി ചെമ്മണ്ണൂർ കൊച്ചിയിലേക്ക് പോകുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ കൈ ഉയർത്തി അദ്ദേഹത്തിന്റെ പതിവ് രീതിയിലുള്ളൊരു അഭിവാദ്യം ചെയ്താണ് അദ്ദേഹം കൊച്ചിയിലേക്ക് പോന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിവാദ്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ മാറും, ചിരിക്കുന്ന മുഖമൊക്കെ വരും മണിക്കൂറുകളിൽ മാറും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം ശക്തമായ വകുപ്പുകളാണ് പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയമപരമായ പ്രത്യേക ഒരു പരിരക്ഷ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ പെട്ടെന്നൊക്കെ ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സമൂഹ മനസാക്ഷി ഒന്നടങ്കം ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെയും അശ്ലീല പ്രയോഗങ്ങൾക്കെതിരെയും കൂട്ടത്തോടെ ആക്രമിക്കുന്ന വെട്ടുകിളി കൂട്ടങ്ങൾക്കെതിരെയും ഒക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പൊതു നിയമ വ്യവസ്ഥതയും അതിനൊപ്പം തന്നെ നിന്നേക്കുമെന്ന വികാരമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രകടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് റിമാൻഡിലേക്കോ ജയിലിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതകളാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ ഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് ഒരു സാധാരണ പ്രതിയായി ചുരവിറങ്ങി അദ്ദേഹത്തിന്റെ കോടികൾ വിലമതിക്കുന്ന 900 കണ്ടിയിലെ എസ്റ്റേറ്റിൽ നിന്നും അദ്ദേഹം ചുരമിറങ്ങി വയനാട്ടിന്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുക്കം കടന്ന് കോഴിക്കോടിന്റെ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്ന് അദ്ദേഹം എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്, അദ്ദേഹവുമായുള്ള പോലീസ് സംഘം തന്റെ യാത്രയിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ പലപ്പോഴും ഈ വലിയ ഗതാഗത കുരുക്കും ഈ ഹൈവേയിലെ ജോലിയുമൊക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു 6 മണിയോടുകൂടിയൊക്കെ കൊച്ചിയിലേക്ക് എത്തും എന്നൊരു കണക്കൂട്ടിലാണ് നമുക്ക് സ്വാഭാവിക സമയക്രമം വെച്ച് പിന്നെ ഭക്ഷണം കഴിക്കുന്ന അടക്കമുള്ള ചില ഇടവേളകൾ കൂടിയൊക്കെ കണക്കിലെടുത്താലും 6 മണിയോടുകൂടിയെങ്കിലും ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം അവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സഹായികൾ, ഫാൻസ് ഒക്കെ പുറകെ ചില വാഹനങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിനെ ഈ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു അതിവേഗത്തിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? കാരണം കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം പുലർച്ചെ വയനാട്ടിലെത്തുന്നു, പിന്നീട് അതിനാടകീയമായി കസ്റ്റഡിയിലെടുക്കുന്നു. കാരണം അത് കൃത്യമായും മുഖ്യമന്ത്രിയുടെ അടക്കം നിർദ്ദേശം ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? ഒരു ശക്തമായ താക്കീത്. നമുക്കറിയാം ഹണിറോസ് തനിക്കെതിരായിട്ടുള്ള സൈബർ അധിക്ഷേപത്തിലും അശ്ലീല പരാമർശത്തിലും എതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്നു. ഇനി ഒരു സ്ത്രീകൾക്കും ഇതുപോലുള്ള ഒരു ദുരനുഭവം ഉണ്ടാകരുതെന്ന് അവർ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് തുടക്കത്തിൽ തന്നെ ഹണിറോസിനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു, 30-ലധികം പേർക്കെതിരെ കേസെടുക്കുന്നു. ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഒരു രീതിയിലുള്ള ഇളവുകളും ഇതുപോലുള്ള കേസുകളിൽ ഉണ്ടാകില്ലെന്നൊരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഈ കേസിൽ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിലൂടെ മനസ്സിലാക്കേണ്ടത്? അനീഷ്,
ടോം, നമുക്ക് അടുത്തിടെയുള്ള ചില കേസുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടി വരും. ഏറ്റവും ആദ്യം പരിശോധിച്ചാൽ നടൻ വിജയ് ബാബു ആണ്. വിജയ് ബാബു കേസിന്റെ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ വിദേശത്തേക്ക് പോവുകയും ജോർജിയ പോലുള്ള ഭാരതവുമായി ഈ കുറ്റവാളികളെ കൈമാറാൻ നിയമം പോലും ഇല്ലാത്ത ഒരു രാജ്യത്തേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് അവിടെ നിന്നും മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ നൽകുകയാണ്. ആഴ്ചകളോളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നു. ഒടുവിൽ കോടതി തന്നെ പറയുന്നു, വിജയ് ബാബു നിങ്ങൾ ഇന്ത്യയിലേക്ക് എത്തൂ, കേരളത്തിലേക്ക് എത്തൂ, മുൻകൂർ ജാമ്യം ഞങ്ങൾ നൽകാം, താങ്കൾ നിയമവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകൂ, അറസ്റ്റ് ഒഴിവാക്കാം അല്ലെങ്കിൽ റിമാൻഡ് ഒഴിവാക്കുന്ന നടപടിക്രമങ്ങൾ തങ്ങൾ കൈക്കൊള്ളാമെന്ന് കോടതി പറയുന്നു. വിജയ് ബാബു കേരളത്തിലേക്ക് എത്തുന്നു. പിന്നീട് നടൻ സിദ്ദിഖിന്റെ പരാതി, അതീവ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെട്ട ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തപ്പെട്ടുള്ള കേസാണ്. ആ കേസും ആദ്യം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ലഭിക്കാതെ വരുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ പോകുന്നു, ദിവസങ്ങളോളം വാദം കേൾക്കുന്നു, അറസ്റ്റ് തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഒടുവിൽ ഉപാധികളോടുകൂടി ജാമ്യം ലഭിക്കുന്നു. ഒപ്പം നടന്മാരായ മുകേഷ് അടക്കമുള്ള നിരവധി ആളുകൾക്കെതിരെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മാത്രം പരാതികൾ ഉയരുകയും ആരോപണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ഈ കേസുകളിലൊക്കെ പോലും ദിവസങ്ങളോളം പൊതുസമൂഹം കാത്തിരുന്നെങ്കിലും ഇവരെ ആരും അഴിക്കുള്ളിലാക്കുന്നതിനോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുന്നതിനോ ഒന്നും പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് ബലവാന്മാരായ എതിരാളികളാണ് മറുവശത്ത് പീഡന വീരന്മാരായി വരുന്നതെങ്കിൽ നിയമ നടപടികൾ എഴുതി നീങ്ങുന്നു എന്ന ഒരു പൊതു തത്വം തന്നെ രൂപീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇത്തരം പഴുതുകൾ ഈ കേസിൽ ഉണ്ടാവരുത് എന്നൊരു ദൃഢനിശ്ചയം ഒരുപക്ഷെ പോലീസിനുണ്ടായിരിക്കാം. മുഖ്യമന്ത്രി ഹണിറോസിന് കൊടുത്ത വാക്ക്, സംസ്ഥാന പോലീസ് മേധാവി ഹണിറോസിന് കൊടുത്ത വാക്ക്, ഒപ്പം അവർ ഫേസ്ബുക്കിൽ കുറിച്ച ടോം ആദ്യം പറഞ്ഞ വാചകങ്ങൾ തന്നെ, ഞാൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും, നിങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്ന ആ വാക്കിൽ തന്നെയുണ്ട്. നിയമവ്യവസ്ഥയെ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് മുന്നിലെ പ്രതിബന്ധമായി പണമോ മറ്റ് സ്വാധീനമോ അധികാര കേന്ദ്രങ്ങളുമായുള്ള അടുപ്പമോ ഒക്കെ വന്നാലും അതിനൊക്കെ ഒരു ഉപരിയായി അതിനുമേലെ ഒരു ഉയരുന്ന ഘടകമായി നിയമവ്യവസ്ഥ മാറണം. അതിനൊക്കെ എതിരെ ചലിക്കുന്ന ഒരു ബുൾഡോസറായി തന്നെ നിയമവ്യവസ്ഥ മാറണം എന്ന ഒരു തത്വം ഇവിടെ പാലിക്കപ്പെട്ടു എന്ന് നമുക്ക് ഈ നിമിഷത്തിൽ പറയാം. കാരണം ആദ്യഘട്ടത്തിൽ അവർ പേര് പറയാതെയാണ് ഒരു കുറിപ്പിട്ടത്. രണ്ടാമത് പേര് വെളിപ്പെടുത്തി അവർ കുറിപ്പിടുന്നു. ഇത്തരം കുറിപ്പിടുമ്പോഴും അവർ നേരത്തെ അവർക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി അത് പുരാണത്തിൽ നിന്നും ഉദ്ധരിക്കുന്ന പരാമർശങ്ങളാണ്, അത് നേരിട്ട് ഈ നടിയെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. അപ്പോഴും ഒരു വശത്ത് ആരാധക വൃന്ദം ആർത്തു വിളിക്കുകയാണ്. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും ഇയാൾ നൽകുന്ന അഭിമുഖങ്ങൾക്ക് താഴെയുമൊക്കെ ഈ നടിയെ ആക്ഷേപിക്കുന്നു, അവരുടെ വസ്ത്രധാരണത്തെ ആക്ഷേപിക്കുന്നു, അവർ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ കളിയാക്കുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അതീവ ഗുരുതരമായ ഒരു കേസായി ഇത് മാറുകയാണ്. കേവലം ഹണിറോസ് എന്ന ഒരു നടിയിൽ മാത്രം ഒതുക്കപ്പെടുന്നതല്ല. ഇത്തരത്തിൽ നിരവധി സ്ത്രീകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം സൈബർ ചൂഷണങ്ങൾക്ക് വിധേയമാവുന്നത്. പലപ്പോഴും പല നടിമാരും പരാതി പറയുന്നത് പോലും കേട്ടിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ക്യാമറയല്ല, കീഴയിൽ നിന്ന് ക്യാമറ വെച്ച് അവരുടെ ഏറ്റവും മോശകരമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കുന്ന യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പുതിയ നടിമാർക്കും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുമൊക്കെ പൊരുതാൻ ഒരു മനോധൈര്യം നൽകുന്ന ഒരു പ്രതികരണമാണ് ഹണിറോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനോട് അതേ അർത്ഥത്തിൽ, അതേ ബഹുമാനത്തിൽ, അതേ ആദരവോടുകൂടി, അതേ ചടലത്തിലുള്ള ഒരു പെരുമാറ്റം സൂചിപ്പിച്ചതുപോലെ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് ഇതിനു മുൻപും പലതവണ സ്ത്രീകൾക്ക് നേരെ പല രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പല TV ചാനലുകളിലെ ഷോകൾക്കിടെ അവതാരികമാരെ ഇതുപോലെ അധിക്ഷേപിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ചിരിച്ചുകൊണ്ട് ഇതുപോലുള്ള അധിക്ഷേപങ്ങളെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും ആരും പരാതിയുമായി മുന്നോട്ട് പോയില്ല. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഹണിറോസിനെതിരായിട്ടുള്ള അധിക്ഷേപം. നമുക്കറിയാം, അവരെ ഏതൊക്കെ രീതിയിലുള്ള മോശമായി അവരെ ഉപമിച്ചു, അവർക്കെതിരായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി എന്നൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം തുടർച്ചയായി ലൈംഗിക അധിക്ഷേപങ്ങൾ ഉൾപ്പെടുന്ന പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ സഹികെട്ടാണ്. ഹണിറോസ് തന്നെ വ്യക്തമായി മാധ്യമങ്ങളോട് സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്. ന്യൂസ് 18നോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്. തൻ്റെ കുടുംബം ഒരു പ്രത്യേക മാനസിക സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്, ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെയാണ് പരാതിയുമായി മുന്നോട്ട് വന്നതെന്ന് ഹണിറോസ് വ്യക്തമാക്കുന്നുമുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, കോഴിക്കോട് നിന്നും ഒരു 10:30 ശേഷം 12 മണിയോട് കൂടിയാണ് അവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. എപ്പോൾ കൊച്ചിയിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുമെന്നാണ് കൊച്ചി സെൻട്രൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ?
വൈകിട്ട് ഒരു 6 മണിയോടുകൂടി അതിനകത്ത് എത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതാണ്ട് 1 മണിയോടുകൂടിയുള്ള ഒരു സമയത്തേക്ക് എത്തുമ്പോൾ വയനാട് കഴിഞ്ഞ് ഇടമുളയ്ക്കൽ എന്നൊരു സ്ഥലം കഴിഞ്ഞിങ്ങോട്ട് പോരുന്ന ഒരു വഴിയായിരുന്നു. ഏതായാലും സമയബന്ധിതമായിട്ട് തന്നെ ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇവിടെ എത്തിയതിനു ശേഷം അടുത്ത നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അതിന് മുൻപായിട്ട് തന്നെ ഹണി റോസിൻ്റെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ അത് പൂർത്തീകരണം വരേണ്ടതുണ്ട്, അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ബോബി ചെമ്മണ്ണൂർ ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിലടക്കം ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ്, അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് DCP ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും. ഇന്ന് തന്നെ നിർബന്ധമില്ല, ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കണമെന്ന കാര്യത്തിൽ നിർബന്ധമില്ല. നാളെ ആയാലും അതിന് സാവകാശമുണ്ട്. ഇന്ന് അറസ്റ്റ് ചെയ്താലും നാളെ അത് ഹാജരാക്കിയാലും മതി. അപ്പോൾ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അത്തരം കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ ഇവിടെ നിന്ന് നമ്മൾ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ മുന്നിലാണുള്ളത്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വളരെ ഊർജിതമായ ഒരു ഇടപെടൽ, അത്തരം കാര്യങ്ങളാണ് ഈ രീതിയിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് അടക്കം നീങ്ങിയത്. കാരണം ഇത് ഒളിവിലിരുന്നു കൊണ്ട് ജാമ്യം നേടുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂർ കടന്നിരുന്നു എന്നതാണ്. ഇന്ന് കോയമ്പത്തൂരിലെ ഉദ്ഘാടനത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് പോവുക, അതിനുശേഷം ജാമ്യം നേടുക എന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കൂടിയാലോചനകളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഈ നീക്കങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് മനസ്സിലാക്കുകയും വളരെ സത്വരമായിട്ട് തന്നെ അതിൽ ഇടപെടലുണ്ടാകുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ഈ കാര്യങ്ങൾ ഊർജിതമാക്കാനുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഹണി റോസ് പരാതി നൽകിയത് ഒരു 27 പേർക്കെതിരെ 27 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത്. പോലീസ് 30 പേർക്കെതിരെ കേസെടുക്കുന്നു, ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തനിക്ക് നേരെ ഏറ്റവും കൂടുതൽ തന്നെ അധിക്ഷേപിച്ച, തനിക്കെതിരെ അശ്ലീല പരാമർശം അടക്കം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകാൻ ഹണി റോസ് ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. പിന്നീട് മുഖ്യമന്ത്രിയിൽ നിന്നും ഇവിടുത്തെ പോലീസ് ഉന്നതരിൽ നിന്നും, അതായത് സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കില്ലേ ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തത്? അങ്ങനെ തന്നെയാണ്. കാരണം അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇത് ആരാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക. നേരത്തെ ഹണി റോസ് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ അവർ കൃത്യമായ ആളെ പറയാതെ തന്നെ, നമ്മൾ തന്നെ ആ ഷോയിൽ പറഞ്ഞു എങ്കിലും കൃത്യമായ ഒരാളെ പറയാതെ തന്നെയാണ് അവർ പോയത്. പക്ഷേ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി. പക്ഷേ അത്തരമൊരു പരാതി കൊണ്ട് ഒരു രീതിയിലേക്ക് ഒരാളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് തന്നെ അവർക്ക് തന്നെ ബോധ്യം വന്നു. ആരാണ് ഈ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നത്, ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്, ആരാണ് നെടുനായകത്വം വഹിക്കുന്നു, അങ്ങനെയെങ്കിൽ ആ കിങ് പിന്നെ തന്നെ ഉദ്ദേശിക്കുക, അവർക്കെതിരെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ പരാതി പറയുക എന്നത് നിർദ്ദേശം വന്നു. പക്ഷെ അവരതിൽ കാണിച്ചൊരു വല്ലാത്തൊരു ധൈര്യമുണ്ട്. കാരണം അവർ പറഞ്ഞൊരു കാര്യം, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾക്കത് ഇതിൽ ഈ BNS 75 വകുപ്പ് പ്രകാരം എന്ന് പറയുമ്പോൾ ലൈംഗിക പരാതികൾ അടക്കമുള്ള കാര്യങ്ങളാണ്. ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ജാമ്യമില്ലാ വകുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിൽ നിന്നെല്ലാം തന്നെ പേരും മാറ്റി നിർത്തുക, അത്തരം കാര്യങ്ങളുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പറയുന്നു, എനിക്കെതിരെ നേരിട്ട് തന്നെയാണ് ഈ വ്യക്തി പലപ്പോഴും ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളല്ലാതെയും എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇയാൾക്കെതിരെ കൃത്യമായ രീതിയിൽ പരാതി നൽകുന്നു, അതുകൊണ്ട് ഞാനാണ് പരാതി നൽകിയിട്ടുള്ളത് എന്ന് സധൈര്യം അവർ പറയുന്നു. നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് പറയുന്നു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത് ചെറിയ രീതിയിലുള്ള ഒരു ഇടപെടലല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പലപ്പോഴും തന്നെയും ഈ രീതിയിലുള്ള പലർക്കെതിരെയും തന്നെയുള്ള ഒരു സൈബർ അറ്റാക്കും കാര്യങ്ങളും എല്ലാം തന്നെ കാണാറുണ്ട്. ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം തന്നെ വരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പരാതിയുമായുള്ളവർക്ക് മുന്നോട്ട് വരുവാനുള്ള കൃത്യമായൊരു സന്ദേശം കൂടി ഹണി റോസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരാതി കൈകാര്യം ചെയ്യുമ്പോൾ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അത്തരം നടപടികളിലൂടെ മറ്റുള്ളവർക്ക് കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതല്ല ഡാനി, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞൊരു ശ്രദ്ധേയമായിട്ടൊരു പരാമർശമുണ്ട്. അതായത് സ്ത്രീകളുടെ ശരീരഘടനയെക്കുറിച്ച് പരാമർശിക്കുന്നത് പോലും കുറ്റകരമാണ്. അത് ലൈംഗിക ഒരു രീതിയിലുള്ള ഒരു പരാമർശമായി മാത്രമല്ല, ലൈംഗിക കുറ്റമായി പോലും, പീഡന കുറ്റമായി പോലും അത് കണക്കാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നിലവിലെടുത്തിരിക്കുന്ന കേസ് അത് സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പാണ്. അല്പം കൂടി ഒരു കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെ എടുക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം അവർ സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കം മാത്രമല്ല, ലൈംഗികമായി അവരെ അധിക്ഷേപിക്കുക, അത്തരം ഒരു മോശമായ പ്രവണത കൂടി ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലേ? ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ
ഹണിറോസിൻ്റെ മൊഴി എടുക്കുക എന്നത് തന്നെയാണ്. ഹണിറോസിൻ്റെ മൊഴി അല്പസമയത്തിനകം തന്നെ അത് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഹണിറോസിൻ്റെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ കാര്യങ്ങൾ കുറേ കൂടി അതിലൊരു വ്യക്തതയും കാര്യങ്ങളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം അവർക്ക് പറയാനുള്ള അത്രയും കാര്യങ്ങൾ അവർ ഏതെല്ലാം രീതിയിൽ അപമാനിക്കപ്പെട്ടു, മറ്റുള്ളവരെ ഇപ്പോൾ അവരെ പരാതിയിൽ പറയുന്ന പ്രസക്തമായൊരു ഭാഗം കൂടിയുണ്ട്. ഇതിന് വേണ്ടി പലരെയും നിയോഗിക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് പലരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപമാനിക്കുന്നു ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നേക്കും. അതോടൊപ്പം തന്നെ അതിൽ ഇത് ഏതെങ്കിലും രീതിയിലൊരു ആസൂത്രിതമായൊരു ഇടപെടൽ, കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ തന്നെ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു വിസമ്മതം പ്രകടിപ്പിച്ചതോടുകൂടിയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വളരെ ആസൂത്രിതമായ രീതിയിലുള്ള ഒരു ഗൂഢാലോചന അടക്കം ഇത്തരം കാര്യങ്ങൾ ഇവരെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന രീതിയിലടക്കം നീങ്ങിയിട്ടുണ്ടോ എന്നതടക്കം ഇവരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ ഇവിടേക്ക് എത്തുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക, അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരുപക്ഷെ ഈ BNS 75-നപ്പുറം IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾക്കപ്പുറം അതിനുമപ്പുറം മറ്റ് പല കാര്യങ്ങൾ കൂടി ചുമത്തപ്പെട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും തന്നെയുണ്ട്. കാരണം ആ രീതിയിൽ തന്നെ താൻ അധിക്ഷേപിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഹണിറോസ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. വൈകിട്ട് 6 മണിയോടുകൂടി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ല പിന്നിടുന്നു. കോഴിക്കോട് ജില്ലയിലൂടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരുന്നത്. 12 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നുള്ള യാത്ര ആരംഭിച്ചത്. രാവിലെ 10:30 കസ്റ്റഡിയിലെടുക്കുന്നു. അതും അതീവ നാടകീയമായിട്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള പോലീസിൻ്റെ നീക്കങ്ങൾ. അതായത് ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനിടെ ബംഗളൂരുവിലേക്ക് ഒളിവിൽ കിടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടെയാണ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് അതിനാടകീയമായി വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായി കൊച്ചി പോലീസ് വയനാട്ടിൽ നിന്നും യാത്ര തിരിച്ചിട്ടുമുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. റഷ്യയിൽ കുടുങ്ങിയ തൃശ്ശൂർ സ്വദേശികൾക്ക് വെടിയേറ്റുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യ കൂലിപ്പട്ടാളമായി ഉപയോഗിച്ച ബിനിൽ ജെയിൻ എന്നിവർക്കാണ് വെടിയേറ്റത്. ബിനിലിന്റെ നില അതീവ ഗുരുതരമാണ്. യുക്രൈൻ സൈന്യത്തിന്റെ ആക്രമണത്തിലാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ജെയിനിന്റെ ശബ്ദ സന്ദേശം ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ആക്രമണത്തിലാണ് ജെയിന് ഗുരുതരമായി പരിക്കേറ്റത്. റഷ്യയിൽ കുടുങ്ങിയ തൃശ്ശൂർ സ്വദേശികൾക്ക് വെടിയേറ്റുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യ കൂലിപ്പട്ടാളമായി ഉപയോഗിച്ച തൃശ്ശൂർ സ്വദേശികളായ ബിനിൽ, ജെയിൻ എന്നിവർക്കാണ് വെടിയേറ്റത്. വെടിയേറ്റ ജെയിനിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. നേരത്തെ ഡാൻ തന്നെ ഇത്തരം ഈ മലയാളികളായിട്ടുള്ള യുവാക്കൾ റഷ്യയിൽ കൂലിപ്പട്ടാളമായി അവിടെ എത്തി, അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ അതിൽ 2 പേർക്ക് വെടിയേറ്റുവെന്ന വിവരമുണ്ട്. അതിലൊരാളുടെ നില ഗുരുതരമായി പറയുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഡാൻ? കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ജെയിൻ, അതോടൊപ്പം കുട്ടനെല്ലൂർ സ്വദേശിയായ ബിനിൽ, ഈ ജെയിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ബിനിൽ. അവർ രണ്ടുപേരും ഇവിടെ ഇലക്ട്രീഷ്യന്മാരായി ജോലി ചെയ്യുകയായിരുന്നു. ഇവിടെ നിന്ന് ക്യാൻറ്റീൻ ജോലിക്കുന്ന പേരിലാണ് അവർ റഷ്യയിലെത്തിയത്. പക്ഷേ റഷ്യയിലെത്തിയ ശേഷം റഷ്യൻ സൈന്യം കൂലിപ്പട്ടാളമായി ഇവരെ ഉപയോഗിക്കുകയായിരുന്നു. ഈ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്ന കുടുംബാംഗങ്ങളുടെ ആവശ്യമൊക്കെ എംബസിക്ക് മുമ്പിലെത്തുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ദൗർഭാഗ്യകരമായ ഒരു വാർത്ത റഷ്യയിൽ നിന്നിപ്പോൾ എത്തുന്നത്. ഇന്നലെ ഉക്രൈൻ സൈന്യവുമായി ഉണ്ടായ ആക്രമണത്തിൽ, ഏറ്റുമുട്ടലിൽ 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. ഇതിൽ ജെയിൻ്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ജെയിനെ റഷ്യയിലെ ഒരു ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നാണ് ഗുരുതരമായ പരിക്കാണ് ഇരുവർക്കും ഏറ്റിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായത്. തുടർന്ന് കോൺസുലേറ്റ് അധികൃതർ കുടുംബാംഗങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ബന്ധുക്കളുമായി അടക്കം സംസാരിച്ചിട്ടുണ്ട്. നോർക്ക ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുകയാണ്. തൃശ്ശൂരിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടും ഈ കുടുംബാംഗങ്ങളോടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ടോ, പിന്നീട് എപ്പോഴെങ്കിലും വാട്സപ്പ് കോളിൽ ഇവരെ ഫോണിൽ വിളിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് റഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. തൃശ്ശൂർ സ്വദേശികളായ 2 യുവാക്കൾക്ക് ഇന്നലെ ഉക്രൈൻ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ
ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. രണ്ടുപേർക്കും വെടിയേറ്റിരിക്കുന്നു. ഒരാളുടെ പരിക്ക് വളരെ സാരമുള്ളതാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ ബുദ്ധിമുട്ടുകളും മറ്റുമുള്ള സർജറിക്ക് വിധേയമായതിനു ശേഷം വിശ്രമിക്കുന്നവർ ഉൾപ്പെടെ ഇവരുടെ ബന്ധുക്കളായുണ്ട്. അതുകൊണ്ടാണ് ഈ വിവരങ്ങൾ അല്പം വൈകി ഇപ്പോൾ മാത്രം പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയാണ് ജെയിനെ ഈ ശബ്ദ സന്ദേശം ബന്ധുക്കൾക്ക്, തൃശ്ശൂരുള്ള ബന്ധുക്കൾക്ക് ലഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വളരെ ദൗർഭാഗ്യകരമായ ചില വിവരങ്ങൾ റഷ്യയിൽ നിന്ന് വരുന്നത്. ജീവൻ തന്നെ അപായപ്പെടാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ വൈകുന്നേരം ഇരുവർക്കും നേരിടേണ്ടി വന്നത്, ജെയിനും ബിനിലിനും നേരിടേണ്ടി വന്നത് എന്നാണ് വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എംബസി അധികൃതർ ബന്ധപ്പെട്ടതിന് ശേഷം ബന്ധുക്കളെ അറിയിക്കാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ടോം, ഇതിനു മുൻപ് തന്നെ നമ്മൾ ഈ റഷ്യയിൽ കുടുങ്ങിയ ചെറുപ്പക്കാരെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടതാണ്. അവരെ നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം പല രീതിയിൽ നമ്മുടെ ജനപ്രതിനിധികളടക്കം സമീപിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു നടപടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാതിരുന്നത്? അതോ റഷ്യയിൽ നിന്നും ഇവിടെ അവരെ എത്തിക്കുക എന്നുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതിന്? ടോം, തിരുവനന്തപുരം 5 തങ്ക സ്വദേശികളായ 5 യുവാക്കളെ ആയിരുന്നു നേരത്തെ സമാനമായ തരത്തിൽ കൂലിപ്പട്ടാളത്തിലേക്ക്, അവിടെ സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ കൊണ്ടുപോയി പിന്നീട് കൂലിപ്പട്ടാളത്തിലേക്ക് എടുത്തത്. തുടർന്ന് വലിയ തരത്തിൽ ഈ സംഭവം വിവാദമായി മാറുകയും വിദേശകാര്യ മന്ത്രാലയം ഇടപെടുകയും ചെയ്താണ് അവർക്ക് നാട്ടിലേക്ക് വരുന്നതിന് അവസരമൊരുക്കിയത്. അവർക്ക് ജീവൻ നഷ്ടപ്പെടാതെ സുരക്ഷിതമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് അവർ തിരികെ എത്തിയത്. പക്ഷേ അവർ തന്നെ അപ്പോൾ വ്യക്തമാക്കിയിരുന്നു, നിരവധി മലയാളികൾ സമാനമായ തരത്തിൽ വഞ്ചിക്കപ്പെട്ട് റഷ്യൻ സൈന്യത്തിന് വേണ്ടി കൂലിപ്പട്ടാളമായി അവിടേക്ക് ജോലി ചെയ്യാൻ യുദ്ധമുഖത്ത് ഏറ്റുമുട്ടലിന് നേതൃത്വം കൊടുക്കാൻ നിർബന്ധിതരായേക്കുന്ന സാഹചര്യമുണ്ട്. തിരികെ ബന്ധുക്കളെ ഫോണിൽ വിളിക്കാനോ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനോ ഒന്നും കഴിയാത്തൊരു പശ്ചാത്തലം നിലനിൽക്കുകയാണ് എന്ന കാര്യങ്ങൾ അന്നും തന്നെ പുറത്തു വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണമടക്കം ഈ വലിയ തരത്തിൽ നടന്ന രാജ്യാന്തര തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ CBI അന്വേഷണം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ തൃശ്ശൂർ സ്വദേശികളായ വടക്കാഞ്ചേരി സ്വദേശിയും കുട്ടവല്ലൂർ സ്വദേശിയുമായ രണ്ടു പേർ ബന്ധുക്കളാണ്. അവർ 2 പേർ മാസങ്ങൾക്ക് മുമ്പാണ് റഷ്യയിലെത്തിയത്. ക്യാൻറ്റീൻ ജോലിക്കെന്ന പേരിൽ റഷ്യയിലെത്തിയവരെ പിന്നീട് യുദ്ധമുഖത്ത് ഉപയോഗിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഉക്രൈൻ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഒരാൾക്ക് ഏറ്റിരിക്കുന്ന പരിക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. ഒരു പക്ഷേ ജീവഹാനി തന്നെ സംഭവിക്കാവുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള വെടിവയ്പ്പിൽ വലിയ തരത്തിലുള്ള പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എംബസിയുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കും പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. ടോം, ഞാൻ ഈ കുടുംബത്തിന് അവരുമായി നേരിട്ട് ഈ പരിക്കേറ്റ 2 യുവാക്കളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ആവശ്യമുള്ളതാണോ? കാരണം അതല്ലെങ്കിൽ ഇത്തരമൊരു സഹായം, അവർക്ക് നിയമപരമായ സഹായം വേണം, ചികിത്സാ സഹായം വേണം. അത്തരമൊരു സഹായം ഇന്ത്യ സർക്കാരിൽ നിന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നുണ്ടോ? ഒരാൾക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട അതായത് കുടുംബാംഗങ്ങൾക്ക് ഇതിൽ ഒരാളുമായി മാത്രമാണ് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ജെയിനാണ്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, എത്രമാത്രം വലിയൊരു ആക്രമണമാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ചെറിയ ശബ്ദ സന്ദേശത്തിലൂടെ ബന്ധുക്കളെ രാവിലെ അറിയിച്ചത്. തുടർന്ന് എംബസി അധികൃതരുമായി അവർ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. പിന്നീടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ ബന്ധുക്കളുമായി പിന്നീട് ഫോണിൽ സംസാരിക്കുകയും നേരിട്ട് കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തത്. തുടർന്ന് നോർക്ക ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി എംബസിയെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ വൈകാതെ തന്നെ പുറത്തുവരും. അപ്പോൾ മാത്രമേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എന്താണ് നിലവിൽ അവരുടെ ആരോഗ്യനില, ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ പുറത്തുവരും. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ഗുരുതരമായ പരിക്കാണ് 2 പേർക്കും ഏറ്റിരിക്കുന്നത്. അതിൽ അപകടകരമായ നിലയിൽ തുടരുന്നത് ബിനിൽ TP ആണ്. ഈ സാരമായി പരിക്കേറ്റുവെങ്കിലും ബന്ധുക്കളോട് വാട്സാപ്പ് സന്ദേശത്തിലൂടെ ജെയിൻ രാവിലെ 10 മണിയോടെ ഫോണിൽ സംസാരിച്ചിരുന്നു, വാട്സാപ്പ് ചാറ്റിൽ സംസാരിച്ചിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിനിലിനാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നതാണ്. ഞാൻ ഈ 2 ഇപ്പോൾ നിലവിൽ പരിക്കേറ്റ ഈ 2 തൃശ്ശൂർ സ്വദേശികളായ 2 യുവാക്കളെ കൂടാതെ കൂടുതൽ മലയാളികൾ
റഷ്യയിൽ ഈ കൂലിപ്പട്ടാളമായി ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം സ്വദേശികളായ ചില ചെറുപ്പക്കാർക്ക് തിരികെ നാട്ടിലെത്താൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴും കൂടുതൽ മലയാളികൾ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഡാൻ? ഇന്ത്യൻ പൗരന്മാർ നിരവധി പേർ സമാനമായ തരത്തിൽ വിവിധ ജോലികൾക്കെന്ന പേരിൽ റഷ്യയിലെത്തുകയും പിന്നീട് ലിസ്റ്റുചൻസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യുദ്ധമുഖത്തേക്ക് കൂലിപ്പട്ടാളമായി അവരെ നിർബന്ധിത സേവനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഒരു പരിശീലനത്തിന് എന്ന പേരിൽ ഇവരെ ഒരു ക്യാമ്പിലേക്ക് എത്തിക്കുകയും പരിശീലനത്തിന് ശേഷം ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലോ ഇവർക്ക് ഒരു തരത്തിലും വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില കരാറുകൾ എഴുതിയ പേപ്പറുകളിൽ ഒപ്പിടിപ്പിക്കും. ഒപ്പിട്ടതിന് ശേഷം മാത്രമാണ് ഇവർ കൂലിപ്പട്ടാളമായുള്ള സേവനത്തിന് നിയോഗിക്കപ്പെടുന്ന പേപ്പറിലാണ് ഒപ്പിട്ട് നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഇവർ തന്നെ അറിയുന്നത്. വലിയൊരു ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവരെ ഇവിടെ നിന്ന് റഷ്യയിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആകൃഷ്ടരായാണ് കേവല വിദ്യാഭ്യാസം മാത്രമുള്ള ഈ യുവാക്കൾ ഉൾപ്പെടെ അവിടേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഒരു ഘട്ടത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ തന്നെ നോർക്ക റൂട്ട്സ് കൃത്യമായ ഔദ്യോഗികമായ വിവരങ്ങൾ തന്നെ യുവാക്കളെ, യുവതികളെ, ഉദ്യോഗാർത്ഥികളെയൊക്കെ അറിയിച്ചു. അംഗീകൃത ഏജൻസികളുടെ സഹായത്തോടെ മാത്രമേ വിദേശത്തേക്കുള്ള ജോബ് വേക്കൻസികൾ പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് വളരെ ഗൗരവത്തോടെ വേണം. ഒരുപാട് തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, വ്യാജ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ബോധവാന്മാരായിരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇവിടെ കഴിയാതെ വരുന്ന ആളുകൾ പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഏറെ നാളുകളായി തുടരുകയാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രമായി വേണം ഇപ്പോൾ ഈ വടക്കാഞ്ചേരി സ്വദേശിയും കുട്ടനെല്ലൂർ സ്വദേശിയുമായ 2 പേർ കൂടി റഷ്യയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലത്തെ ചേർത്ത് വായിക്കാൻ. ഇനി അറിയാനുള്ളത് ഇവരുടെ ഈ ആരോഗ്യനില സംബന്ധിച്ച യുദ്ധത്തിന്റെ സാഹചര്യം റഷ്യയിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന നിരവധി ചെറുപ്പക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. പലരും ഇതുപോലുള്ള തൊഴിൽ തട്ടിപ്പിനൊക്കെ ഇരകളാകുന്നുണ്ട്. ഇവർക്കറിയാമായിരുന്നോ, ഈ റഷ്യയിലേക്ക് പോയ ആളുകൾക്ക് അറിയാമായിരുന്നോ ഈ കൂലിപ്പട്ടാളമായി തങ്ങളെ ഉപയോഗിക്കുമെന്ന്? മാത്രമല്ല അവിടെ ചെന്ന് കൂലിപ്പട്ടാളമായി റഷ്യ അവരെ ഉപയോഗിക്കുന്നു. പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള മറ്റ് സാഹചര്യമൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ലേ ഡാൻ? 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ലഭിക്കുന്ന തരത്തിൽ വലിയ സാലറി പാക്കേജ് അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവരിൽ പലരെയും റഷ്യയിലേക്ക് ഈ ഏജൻസി മുഖേന എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ ക്യാൻറ്റീൻ ജോലിക്കുന്ന പേരിലാണ് തൃശ്ശൂർ സ്വദേശികളായ 2 പേർ അവിടെ എത്തിയത്. മറ്റു തരത്തിൽ വിവിധ സേവനങ്ങൾക്ക് സെക്യൂരിറ്റി ജോലിക്കുന്ന പേരിൽ, മറ്റ് അൺസ്കിൽഡ് ലേബേഴ്സ് എന്ന പേരിലൊക്കെ നിരവധി ആളുകളെ ഇന്ത്യൻ പൗരന്മാരെ റഷ്യയിലേക്ക് ഏജൻസികൾ മുഖേന എത്തിക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഉക്രൈൻ സൈന്യവുമായി റഷ്യൻ സൈന്യം നടത്തുന്ന ഏറ്റുമുട്ടലിൽ നിരവധി റഷ്യൻ സൈനികർക്കടക്കം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെയാണ് ഈ യുദ്ധമുഖത്തേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി ഈ ഇന്ത്യൻ പൗരന്മാരെ അടക്കം വ്യാജമായി അവിടേക്ക് എത്തിച്ച് മറ്റ് ജോലികൾക്കെന്ന പേരിൽ എത്തിച്ച് പിന്നീട് ഈ യുദ്ധമുഖത്ത് കൂലിപ്പട്ടാളമായി ഉപയോഗിക്കുന്ന സാഹചര്യം നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ഒരുപാട് തവണ ഇതുമായി ബന്ധപ്പെട്ട നോർക്കയുടെ അടക്കം അറിയിപ്പുകളൊക്കെ ലഭിച്ചിട്ടും ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു ബോധവൽക്കരണം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വീണ്ടും വീണ്ടും പുറത്തു വരുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് തൃശ്ശൂരിലെ വടക്കാഞ്ചേരി കുട്ടനെല്ലൂർ സ്വദേശികളായ 2 യുവാക്കൾക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈ അപകടകരമായ സാഹചര്യം. അവിടെ ഏത് തരത്തിലായിരിക്കും വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടുക എന്നതാണ് ഇനി അറിയാനുള്ളത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യയിൽ കുടുങ്ങിയ 2 മലയാളി യുവാക്കൾക്കാണ് വെടിയേറ്റത്. റഷ്യയിൽ കൂലിപ്പട്ടാളമായി സേവനം ചെയ്യുകയായിരുന്ന തൃശ്ശൂർ സ്വദേശികളായ 2 യുവാക്കൾക്ക് വെടിയേറ്റുകയാണ് ഉണ്ടായത്. അതിലൊരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അതിലൊരാളുടെ ഫോൺ സംഭാഷണം നിലവിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. എന്തായാലും അവരുടെ ചികിത്സാ സഹായവും അവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. കുടുംബം അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കലൂരിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ നടി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു. പ്രതിഫലത്തിനപ്പുറം സാമ്പത്തികമായ മറ്റെന്തെങ്കിലും നേട്ടം ദിവ്യ ഉണ്ണി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. കലൂരിലെ ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നൃത്ത പരിപാടിയിൽ
ദിവ്യ ഉണ്ണിയായിരുന്നു അതിൻ്റെ ഗുഡ്വിൽ അംബാസഡർ. മാഡം, ഈ കലൂരിലെ ഡാൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അതിലൊരു എഫ്ഐആറിലെ അന്വേഷണം ഇതുവരെയായി ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ പ്രതികളെയും നമ്മൾ പിടിച്ച പ്രതികളെയൊക്കെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എഫ്ഐആറിൽ രണ്ടാമത് പണപ്പിരിവുമായി ബന്ധപ്പെട്ട അത് നമ്മൾ നോക്കണം, കാരണം അത് ട്രാൻസാക്ഷൻസ് ഒക്കെ ട്രേസ് ചെയ്യാനുണ്ട്. അത് കുറേ നമ്മൾ ചെയ്യാനുണ്ട്. ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായതുകൊണ്ട് വി ഹാവ് ടു ലുക്ക് ഇൻടു അത് നോക്കണം. അത് വി ആർ യെറ്റ് ടു വെരിഫൈ. അവരുടെ ഇതിനോടൊക്കെ എപ്പോഴെങ്കിലും അവരുടെ മൊഴി ഇല്ല, അതെടുക്കും. എടുക്കേണ്ടതാണെങ്കിൽ എടുക്കും. ഐ എം യെറ്റ് ടു വെരിഫൈ. പരിപാടിയുടെ സംഘാടകരായിരുന്ന മൃദംഗാവിഷന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളും അതോടൊപ്പം മറ്റ് സാമ്പത്തിക വരുമാനങ്ങളും അടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. പണമെത്തിയ അക്കൗണ്ടുകൾ കണ്ടെത്താനും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ദിവ്യ ഉണ്ണിയെയും നടൻ സിജോയ് വർഗീസിനെയും നേരത്തെ തന്നെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചതാണ്. പക്ഷേ അതിനിടെയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരികെ മടങ്ങിപ്പോയത്. എന്നാൽ ആവശ്യമെങ്കിൽ അവരുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും നടപടികൾ? ഏതെങ്കിലും വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കുമോ അതോ നേരിട്ട് ദിവ്യ ഉണ്ണിയെ തിരിച്ച് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരിക്കുമോ പോലീസിന്റെ നീക്കങ്ങൾ? ടോം, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇവരുടെ ഒരു ബാങ്ക് അക്കൗണ്ടുകളടക്കം പരിശോധിക്കുക, രേഖകളടക്കം പരിശോധിക്കുക എന്ന ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കാരണം ഇവർക്ക് എത്ര രൂപയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതോടുകൂടി ഇവർക്ക് കിട്ടിയത്, അതിൽ ഓരോരുത്തർക്കും എത്ര വീതം ലാഭം കിട്ടി, മുഴുവനും എത്ര രൂപയാണ് ലാഭം, ഒപ്പം ദിവ്യ ഉണ്ണിക്ക് എത്ര രൂപ കൈമാറി, ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. ഇതിന്റെ ഉടമ ഈ പരിപാടി സംഘടിപ്പിച്ച മൃദംഗാവിഷന്റെ ഉടമ നികോഷ് പോലീസിനോട് വ്യക്തമാക്കിയത്, അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത് ദിവ്യ ഉണ്ണിക്ക് 5 ലക്ഷം രൂപ കൈമാറിയെന്നാണ്. പക്ഷെ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. 5 ലക്ഷം രൂപ മാത്രമായിരിക്കില്ല, അതിൽ കൂടുതൽ തുക ദിവ്യ ഉണ്ണിക്ക് കൈമാറി എന്ന് തന്നെയാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവ്യ ഉണ്ണിയുടെ അക്കൗണ്ട് കൂടി പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു പരിശോധന കഴിഞ്ഞ് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിവ്യ ഉണ്ണി അമേരിക്കയിലാണ്. ഓൺലൈൻ വഴിയുള്ളൊരു ചോദ്യം ചെയ്യലായിരിക്കും ആദ്യം നടക്കുക, പിന്നീടായിരിക്കും ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന ഘട്ടത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ മൃദംഗവിഷന്റെ ഉടമ, ഒപ്പം ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമ, ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഒപ്പം ഇവർക്കെതിരെ വഞ്ചന കുറ്റവും സാമ്പത്തിക തട്ടിപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ളൊരു കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇവരുടെ ജാമ്യാപേക്ഷ കൂടി കോടതിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വേണം എന്നാണ് പോലീസിന്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ കോടതി ജാമ്യം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് ഇവരുടെ അക്കൗണ്ടിലെ രേഖകളടക്കം പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നില്ല. ആവശ്യമെങ്കിൽ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലും DCP അശ്വതി ജിജി മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കലൂരിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ പേർക്കെതിരെ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? പ്രത്യേകിച്ചും വലിയ കോടികളുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റും നിയമ നടപടികളും പ്രതീക്ഷിക്കേണ്ടതല്ലേ നവമി? തീർച്ചയായിട്ടും ഇപ്പോൾ 5 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പിൽ യുമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട 5 പ്രതികളും അതിൽ ഈ സാമ്പത്തിക തട്ടിപ്പ്, അതായത് കുട്ടികളിൽ നിന്നുമൊക്കെ വൻ തുക കൈക്കലാക്കി എന്നതിൽ 3 പേരെയുമാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ മൃദംഗവിഷനും ഓസ്കാർ ഇവന്റ്സിന്റെയും നടത്തിപ്പുകാർ മാത്രമാണോ, അതോ അവരെ കൂടാതെ അവർക്ക് സഹായിയായി നിന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്നും പൈസ പിരിക്കുന്നതിനടക്കം വേറെ ആളുകൾ ഉണ്ടോ, അവർക്കുമൊക്കെ ഇതിൽ പങ്കുണ്ടോ എന്നതും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്.
അതിനാണ് ഈ അക്കൗണ്ടുകളടക്കം പരിശോധിക്കുന്നത്. അക്കൗണ്ടുകളിൽ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ അവരെയും പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ നികോഷ് കുമാറിന്റെയും ജനീഷിന്റെയും ഒക്കെ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കവുമായി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇവരുടെ ജാമ്യം നൽകരുത്, ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെയും നീക്കം. എന്തായാലും ഇതിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ പല രക്ഷിതാക്കളും പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം കല്യാൺ സിൽക്സ് പോലും വലിയ രീതിയിലുള്ളൊരു ഈ മൃദംഗാവിഷനെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധവും അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. കുറഞ്ഞ രൂപയ്ക്കാണ് ഈ കല്യാൺ ജുവലേഴ്സിൽ നിന്നും ഈ കുട്ടികൾ അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രം നൽകിയത്. പക്ഷെ മൃദംഗാവിഷനായിക്കോട്ടെ ഇത് 1600 രൂപ വെച്ചാണ് ഓരോ കുട്ടികൾക്കും നൽകിയത്. ഒരു കുട്ടിയിൽ നിന്ന് 4000-ലധികം രൂപ വരെ വാങ്ങിയെന്ന് കൂടി പറയുന്നുണ്ട്. ഹൈക്കോടതി വരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ് ഈ പരിപാടി എന്തിനാണ് കുട്ടികളിൽ നിന്നും ഇത്രയും വലിയ തുക പിരിച്ചെടുത്തത്, ആരാണ് ഇതിന് അനുമതി നൽകിയത് എന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വരെ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ്. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കലൂരിലെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട ആവശ്യമെങ്കിൽ നടി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന വിവരങ്ങൾ. അവർ പ്രതിഫലത്തിനപ്പുറം ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് നടി മാല പാർവതിക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസാണ്. യൂട്യൂബ് ചാനൽ വഴി മോശമായ രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് പരാതി നൽകിയിരിക്കുകയാണ് നടി മാല പാർവതി. സൈബർ പോലീസിനാണ് പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് നടി മാല പാർവതിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. താൻ നിയമ പോരാട്ടം നടത്തുമെന്നാണ് മാല പാർവതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാനസിക അവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്ന കാര്യമാണത്. മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അശ്ലീലം പറയാൻ ധൈര്യം വരുന്നത് എവിടെ നിന്നാണ് നമുക്ക് അത്ഭുതപ്പെട്ടു പോയി. ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ആദ്യം ഈ പോസ്റ്റ് കാണുന്നത്. ഒരു ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്നുള്ള പേരില് നടിമാരുടെ കടികളും അബദ്ധങ്ങളും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടിയാണ് ചെന്നൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ളത്. അവരുടെ ചാനലാണത്. അതിലാണ് ഈ വീഡിയോ വന്നത്. അതിൽ എന്റെ ധാരാളം ഫോട്ടോസും എല്ലാം വെച്ചിട്ട് വളരെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ താഴെ ടൈഗർ എന്ന് -7x3 എന്നോ അങ്ങനെ എന്തോ ഒരു അതിന്റെ ഡീറ്റെയിൽ അതിന്റെ പേര് ഞാൻ അത്ര കൃത്യമായിട്ട് അറിയത്തില്ല, എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ആ ഒരു ഐഡിയിൽ നിന്നുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം, ഒരു അലിഗേഷൻ പോലെ ഒരു സെന്റൻസ് എഴുതി. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ അതിന്റെ താഴെ അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്ന് ഞാൻ ഈ മെസ്സേജിന്റെ താഴെയും അല്ലാതെയും ഞാൻ അതിന്റെ അടിയിൽ എഴുതി. ഞാൻ ഈ ടൈഗറിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ഇപ്പം ആദ്യം ഈ സൈബർ പോലീസ് അന്വേഷിച്ചപ്പോ യൂട്യൂബ് പറഞ്ഞത് അതിന് കുറച്ച് അധികം ഒന്നും ആക്ടിവിറ്റി ഇല്ലാത്തൊരു അക്കൗണ്ടാണ്, അതുകൊണ്ട് ഡീറ്റെയിൽസ് തരാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ആക്ടിവിറ്റി വരികയാണെങ്കിൽ തരാം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിച്ചു അവരെന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനെ അവരെ ആക്ടിവിറ്റി ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആക്ടിവിറ്റി കുറച്ച് വെച്ചിട്ട് എന്തും തെറി പറയാമെങ്കിലേ, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയാമെങ്കിൽ അത് ശരിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നാ പിന്നെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റിനടുത്ത് മൊഴി കൊടുക്കാൻ പോണെന്ന് പറഞ്ഞു. പോയി ഡിസംബർ 28-ാം തീയതി മൊഴി കൊടുത്തു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇതിനു മുൻപും നടി മാല പാർവതിക്കെതിരെ സൈബർ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവരുടെ സിനിമയിലെ ഏതാനും ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മോശമായി പ്രചരിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാല പാർവതി പോലീസിൽ പരാതി നൽകിയത്. സൈബർ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ആർക്കെതിരെയാണ് ഇതുപോലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും കേസെടുത്തിരിക്കുന്നത്? നിലവിൽ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതുപോലെ ഈ മാല പാർവതിയുടെ പരാതിയിലും ഒരു കടുത്ത നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ടോം, സൈബർ പോലീസിനാണ് മാല പാർവതി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. തുടർന്നാണ് 3 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മാല പാർവതി നൽകിയ പരാതിയിൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 75, 79 വകുപ്പുകൾ, IT നിയമത്തിലെ 67-ാം വകുപ്പ്, കേരള പോലീസ് ആക്ടിലെ 120-ാം വകുപ്പ്, ഈ വകുപ്പുകൾ ചുമത്തിയാണ്
ഈ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ അശ്ലീല കമൻറ്റുകൾ ഇട്ടു, അതോടൊപ്പം തന്നെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് മാലാപാർവതിയുടെ ഭാഗത്ത് നിന്ന് സൈബർ പോലീസിന് രേഖാമൂലം നൽകിയിരിക്കുന്ന പരാതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കെതിരെയാണ്, ഇയാളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. സൈബർ പോലീസ് ഈ കൃത്യമായി IT നിയമം കൂടി ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഈ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഫേക്ക് ഐഡിയിൽ നിന്നാണോ ഇങ്ങനെ ഒരു പരാമർശമുള്ളത്, അതോ ആരെങ്കിലും നേരിട്ട് അവരുടെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നോ മറ്റോ അല്ലെ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നോ മറ്റോ നേരിട്ട് ഈ കമൻറ്റ് നടത്തിയതാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ വേണ്ടിവരും. സമാനമായ കേസുകൾ ഉണ്ടാകുമ്പോഴെല്ലാം ഫേക്ക് ഐഡികളിൽ നിന്ന് ഇത്തരത്തിൽ അശ്ലീല കമൻറ്റുകൾ ഇടുന്നത് പതിവാണ്. അത് സംബന്ധിച്ച നേരത്തെ തന്നെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതോ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വ്യക്തികൾ ബോധപൂർവം തന്നെ മാലാപാർവതിയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമാണോ ഇത്? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹണി റോസുമായി ബന്ധപ്പെട്ടുണ്ടായ അശ്ലീല പരാമർശത്തിൽ അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കസ്റ്റഡിയിലേക്കും ഒരുപക്ഷെ തുടർ നടപടികളിലേക്ക് വരെ നീങ്ങാവുന്ന ഒരു പശ്ചാത്തലത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാലാപാർവതിയും സമാനമായ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ആരാണ് ആരോപണ വിധേയൻ, അയാളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിലല്ല വ്യക്തത കൈവരാനുള്ളത്. ഞാൻ നിലവിൽ ഇതുപോലെ യൂട്യൂബ് ചാനൽ വഴി അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാണ്, അതിൻ്റെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരം വീഡിയോകളുടെയൊക്കെ താഴെ മോശമായ കമൻറ്റുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആ കമൻറ്റുകൾ, മോശമായ കമൻറ്റുകൾ ഇട്ടവർക്കെതിരെയും മാലാപാർവതിയുടെ പരാതിയുണ്ടോ? അതോ നേരത്തെ ഈ ഹണി റോസിൻ്റെ കേസിൽ പോലീസ് പറഞ്ഞതാണ് മോശമായ കമൻറ്റുകൾ ഇടുന്നവർക്കെതിരെ സ്വമേധയാ കേസെടുക്കുമെന്ന്. മാലാപാർവതിയുടെ കേസിലും സമാനമായ രീതിയിൽ നടപടികൾ സൈബർ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അങ്ങനെ തന്നെ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ 75, 79 വകുപ്പുകൾക്ക് അപ്പുറത്തേക്ക് IT ആക്ട് ഉപയോഗിച്ചുകൂടി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കടുത്ത ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കും. ഈ കമൻറ്റുകളടക്കം തെളിവായി, അതായത് ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലിലും മറ്റും നടത്തിയ അശ്ലീലമായ പരാമർശങ്ങൾ തന്നെയാണ് മാലാപാർവതിക്കെതിരെ. ഇതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈ തെളിവുകളോട് കൂടി തന്നെയാണ് ഈ പരാതി അവർ കൈമാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മാലാപാർവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സൈബർ പോലീസ്, തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നടി മാലാപാർവതിയുടെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് വയനാട്ടിലെ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവിനെതിരെയും IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെയും ഒക്കെ കുടുംബം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതാണ്. ഈ ആരോപണത്തോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഭീഷണി രൂപത്തിൽ സംസാരിച്ചു എന്നായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ആരോപണം DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബം തള്ളിയിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് അച്ഛന് സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്നാണ് NM വിജയന്റെ മകൻ വിജേഷ് ന്യൂസ് 18നോട് പറഞ്ഞത്. താങ്കൾ നേരിട്ട് IC ബാലകൃഷ്ണനെ കാണാൻ ശ്രമിച്ചോ? പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവര് ഈ പറഞ്ഞെന്താ, ഞാൻ എന്നെ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. ഞാൻ കണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ, ചെയ്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുന്നുള്ളൂ. അവര് ഏത് രീതിയിൽ എടുക്കുന്ന പോലും എനിക്കറിയില്ല. അത് ആ രീതിയിൽ തന്നെ പോട്ടെ. അവർ പറയുന്നത് ഇപ്പം ഞാൻ BJP CPM-ൻ്റെയും കൂടെ നിന്ന് കളിക്കുക, അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് പോകേണ്ട ആവശ്യം എനിക്ക് തീരവില്ല. അവരുടെ അടുത്ത് പോയാൽ മതി. അവരുടെ അടുത്ത് പോയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ പോയി ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. അല്ല, അങ്ങനെ അദ്ദേഹം അങ്ങനെ തന്നെ നിങ്ങളോട് സംസാരിച്ചിരുന്നു അല്ലെ? താങ്കൾ VD സതീശനോട് അങ്ങനെ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. CPM-മാരും BJP-കാരും ഒക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പിന്നെ എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനൊരു പ്രയോഗം? നമ്മളടക്കമുള്ളവർ വരുമ്പോഴും താങ്കൾ പറഞ്ഞത് പാർട്ടിയുമായിട്ട് ഇതുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ട് പതിയെ അല്ലേ, നമ്മൾ പലവട്ടം സംസാരിച്ചാണ് ഇതിനു മുമ്പ്. അപ്പോഴും താങ്കൾ പറഞ്ഞത് പരമാവധി കാത്തിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചല്ലേ? അങ്ങനെയായിട്ട് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം അവിടെ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് നേരിട്ട് ഇവരുമായിട്ട്
അവർ പറഞ്ഞ ഡീലങ്ങ് നടത്തിയാൽ മതി. ഞാൻ ആ ഡീല് നടത്താനല്ലല്ലോ എൻ്റെ അച്ഛൻ കത്തെഴുതി വെച്ചിട്ട് പാർട്ടിയെ ഇതാക്കരുതെന്ന് പറഞ്ഞ് ഇവരെ എടുത്തു പോയത്. ഇന്നിപ്പോൾ ഒരു ഉപസമിതി വരുന്നുണ്ട്, അതിൽ പ്രതീക്ഷ ഉണ്ടോ? ഇങ്ങോട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, വരുന്നുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. അല്ല, വീട്ടിലറിയിച്ചിട്ടില്ല വരുന്നുണ്ടെന്ന്. വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കെ പരാതികൾ പരിശോധിക്കാൻ KPCC സമിതി NM വിജയന്റെ വീട്ടിലെത്തിയിരുന്നു. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കുമെന്നായിരുന്നു കുടുംബത്തിൽ NM വിജയന്റെ വീട്ടിലെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിച്ചത്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിക്കൂട്ടിലാക്കുന്ന, കോൺഗ്രസിനെ വിട്ടിലാക്കിയൊരു കേസാണ് NM വിജയന്റെ ആത്മഹത്യ. ഇതിനെതിരെ പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നു. പ്രത്യേകിച്ചും IC ബാലകൃഷ്ണന്റെ പേരടക്കം ആത്മഹത്യാ കുറിപ്പിലുണ്ട്. കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഇവരെയൊക്കെ ഈ നേതാക്കളെ, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും കുടുംബം ഉന്നയിക്കുന്ന പല ആരോപണങ്ങളുണ്ട്. സാമ്പത്തിക ബാധ്യത ഉണ്ടായത് പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാരും അനുശോചനം പോലും രേഖപ്പെടുത്തിയില്ല എന്ന പല ഗുരുതരമായ ആരോപണവും NM വിജയന്റെ മകൻ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ കേസിൽ നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്? അതോടൊപ്പം അറിയേണ്ടത്, ഇന്ന് ഈ NM വിജയന്റെ വീട് സന്ദർശിച്ച KPCC സമിതി അംഗങ്ങൾ എന്താണ് പ്രതികരിച്ചത്? അനീഷ്. ടോം, കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും അവർ കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ കണ്ണൂരിലെ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഈ രണ്ട് ആരോപണങ്ങളും ഉന്നയിക്കുകയും വലിയ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഇതിനോട് യോജിക്കുന്ന തരത്തിലുള്ള വിവാദം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലും ഉടലെടുത്തിരുന്നത്. വയനാട്ടിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, കോൺഗ്രസിന്റെ ട്രഷററായി പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിയ ആളുമാണ് അദ്ദേഹം. ദീർഘനാളായി തന്നെ പാർട്ടിക്കുള്ളിൽ നിരന്തരം തന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. കാരണം താൻ സ്വയം വരുത്തിവെച്ച ബാധ്യതകളല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി ചെയ്ത ബാധ്യതകളാണ്. പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഈ നിയമന കോഴയുമായി ബന്ധപ്പെട്ട പണം കൈപ്പറ്റിയത്. ഇത്തരത്തിൽ കൈപ്പറ്റിയിട്ടും ഈ ജോലി നൽകാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം, എന്നിട്ടും പാർട്ടി തന്നെ കൈവിടുന്നു. ഇത്രയും അധികം വർഷങ്ങൾ ഈ പാർട്ടിയെ വിശ്വസിച്ചാണ് താൻ മുന്നോട്ട് പോയത്. പാർട്ടിക്കായാണ് തന്റെ ഓരോ മണിക്കൂറും ചെലവഴിച്ചിരുന്നത്. എന്നിട്ടും പാർട്ടി നേതാക്കളിൽ നിന്നും അറിയിക്കുന്ന ഒരു പരിഗണന ലഭിച്ചിട്ടില്ലെന്ന അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ച ശേഷം കുടുംബത്തെ ഏർപ്പെടുത്തിയിരുന്നു പാർട്ടി നേതാക്കളോട് ഈ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം, താൻ നൽകുന്ന കത്ത് നേതാക്കൾക്ക് കൈമാറണം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഒരു അനുകൂലമായ തീരുമാനം നേതാക്കളിൽ നിന്നുണ്ടാവില്ല. VD സതീശനെ പോലുള്ള നേതാക്കൾ അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും BJPയോടും CPM-നോടും ഒക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടാക്കി അതിന്റെ പുറത്ത് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് VD സതീശൻ എത്തിയത്. ഒപ്പം അദ്ദേഹം മരിച്ച ശേഷവും സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞിട്ടും സംസ്ഥാന തലത്തിലെ ഒരു നേതാക്കൾ പോലും ആ വീട്ടിലേക്ക് എത്തുകയും ചെയ്തില്ല. അത് വലിയ വേദനയാണ് ആ കുടുംബത്തിന് നൽകിയത്. ഇന്ന് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള പ്രത്യേക സമിതി വീട്ടിലെത്തിയപ്പോൾ അവർ ആ വികാരം പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസ് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു തീരുമാനം, കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായും വീട്ടാമെന്ന് കുടുംബത്തോട് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി ജീവിച്ച് മരിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കുക എന്നത് കോൺഗ്രസിന്റെ കടമയാണ് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും മറുവശത്തുള്ള ആരോപണ വിധേയരായ നേതാക്കൾ, പ്രത്യേകിച്ചും IC ബാലകൃഷ്ണനും ND അപ്പച്ചനെയും പോലുള്ള ഗോപിനാഥനെയും പോലുള്ള പേരുകൾ എഴുതി വെച്ചിട്ടാണ്, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ എന്ന മാർഗം തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് അങ്ങനെ ഈ കുടുംബത്തുമായി കോൺഗ്രസ് ഒരു ഒത്തുതീർപ്പിൽ എത്തുമ്പോഴും എങ്ങനെ നിയമ നടപടികളിൽ നിന്നും ഇനിയും മാറാൻ കഴിയുമെന്ന ചോദ്യമാണ് വരുന്നത്. മറ്റൊന്ന്, പാർട്ടി തലത്തിലെ നടപടി ആവശ്യപ്പെട്ട് ഈ PPTVക്കെതിരെയും മറ്റുമൊക്കെ ആരോപണം വരുന്നപ്പോൾ ഒരു നിമിഷം അനീഷിലേക്ക് തിരികെ എത്താം. അതിനു മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകണം. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും ഏറ്റെടുക്കുമെന്നായിരുന്നു NM വിജയന്റെ വീട് സന്ദർശിച്ച ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പ്രതികരിച്ചത്. ഞങ്ങൾ അവർ പറയാനുള്ളതെല്ലാം ശാന്തമായിട്ട് കേട്ടു. അവർക്ക് ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു. ഞങ്ങൾ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ തലത്തിൽ മാത്രം അത് പറഞ്ഞാൽ പോരാ.
ചില തലങ്ങളിൽ കൂടി ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും. പക്ഷെ ആദ്യമായിട്ട് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം. ആ ആശ്വാസ വാക്കുകളുമായിട്ടാണ് ഞങ്ങൾ വന്നെത്തിയത്. ആർക്കൊക്കെ സംസാരിക്കണോ, ആർക്കൊക്കെ ഞങ്ങളുടെ അഭിപ്രായം പറയണോ, അവരുടെ ഒപ്പീനിയൻ എഴുതി തരണമെങ്കിൽ എഴുതി തരാം. ഏത് രൂപത്തിലും അവർക്ക് ഞങ്ങളെ അറിയിക്കാനുള്ള മാർഗം വിനിയോഗിക്കാം. കുടുംബത്തിൻ്റെ പരാതികളും പരിഭവവും ഒക്കെ KPCC സമിതി കേട്ടിട്ടുണ്ട്. ഇനി എന്തായിരിക്കും കുടുംബത്തിൻ്റെ നിയമപരമായിട്ടുള്ള നടപടി? അതോ ഈ അന്വയ ശ്രമത്തെ തുടർന്ന് കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്ന തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുമോ? ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.